സുധീർ ചൗധരി ഈ കൊറോണ ജിഹാദ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. കൊട്ടുസുട്ടൊക്കെ നിന്നിട്ട് വർഗീയത പറയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം ജിഹാദൊക്കെ എല്ലാം പുള്ളിയാണ്. സുധീർ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാക്ട് ചെക്ക് ചെയ്തെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ചാണക ചാനലുകൾ ആയിട്ടുള്ള ഈ ഡൽഹിയിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യുന്ന ഡൽഹിയിൽ നിന്ന് നോയിഡ ടെലിവിഷൻ അതിൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞല്ലോ, അന്ന് സി ചാനൽ, സി ന്യൂസിൻ്റെ CEO ഉണ്ട് സുഭാഷ് ചന്ദ്ര. അദ്ദേഹം ഒരു വീഡിയോ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അത്ഭുതപ്പെട്ടുപോയി. എന്താ സ്റ്റേറ്റ്മെൻറ്റ് അറിയോ? നമ്മുടെ രാജ്യം മാധ്യമ സ്വാതന്ത്ര്യ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സിൽ കീപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊരു കഷ്ടമാണിത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആരാടാ പറയുന്നത്? സി ന്യൂസിൻ്റെ CEO ഇതേക്കുറിച്ച് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന എന്താണ്? അതിൻ്റെ CEO അല്ല, അതിൻ്റെ ചെയർമാൻ സുഭാഷ് ചന്ദ്ര, സി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. സി ന്യൂസിൻ്റെ CEO ഉണ്ട് അഭയ് ഓജ. പുള്ളിത്തെറിച്ചു. അഭയ് ഓജ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹം CEO സ്ഥാനത്ത് നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെ എന്താണ്? അതിൻ്റെ കണ്ടൻറ് ഷോ ഫോർമേഷനിലൊക്കെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടായിരിക്കും എന്നതിനെക്കുറിച്ച് ചർച്ച പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കൗതുകകരമായിട്ടുള്ളൊരു സംഗതി, എക്സിറ്റ് പോളുകൾ നടന്നിട്ടുണ്ടല്ലോ. ഇത് നടന്ന സ്ഥലങ്ങളിലെല്ലാം എക്സിറ്റ് പോൾ നടന്നിട്ടുണ്ടല്ലോ. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ടാണ് പുറത്തു വിടാത്തത്. എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് പുറത്തു വിടണമെങ്കിൽ മുഴുവൻ പോളിങ്ങും കഴിയണം. അപ്പം റിസൾട്ട് പുറത്തു വിട്ടില്ലെങ്കിലും അവിടെ ആഫീസിൽ കിടപ്പുണ്ടല്ലോ, ആഫീസിൽ ഇത് കിടപ്പുണ്ടല്ലോ. അപ്പോൾ അതാണ് മീഡിയയുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ കാരണം എന്ന് പലരും വിശകലനം ചെയ്യുന്നുണ്ട്. ദാവസായി പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ നാഷണൽ മീഡിയയുടെ നറേറ്റീവിൽ വരുന്ന ഇപ്പോൾ സുധീർ ചൗധരി ഈ കൊറോണ ജിഹാദ് കണ്ടുപിടിച്ച മനുഷ്യനാണ്. അദ്ദേഹം സി ചാനലിലായിരുന്നു മുമ്പ്. അപ്പോൾ സി ചാനലിൽ അദ്ദേഹം ഇങ്ങനെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് രാത്രി അദ്ദേഹത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്. കോട്ട് സൂട്ടൊക്കെ ഇട്ട് നിന്നിട്ട് വർഗീയത പറയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹം ആജ് തക്കിലെത്തി ജിഹാദൊക്കെ എല്ലാം പുള്ളിയാണ്. അപ്പോൾ ആജ് തക് ടിവിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആജ് തക് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെയാണ്, അരുൺ പൂരി, കാലി പൂരിയുടെയൊക്കെ ചാനലാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടും ഈ പണി കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റഡ് ഭാഷയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മോദിയുടെ മംഗൽ സൂത്ര ആ പ്രസംഗത്തെ അദ്ദേഹം ഫാക്ട് ചെക്ക് ചെയ്തു. തെറ്റാണ് ഈ പറയുന്നത് കൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്തു. എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഒരു ഫാക്ട് ചെക്ക് ആദ്യമായിട്ടാണ് സുധീർ ചൗധരിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അത് ഒരു മാറ്റത്തിൻ്റെ നാന്ദിയാണ്. അതൊരു മാറ്റത്തിൻ്റെ നാന്ദിയാണ്. സുധീർ ചൗധരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാക്ട് ചെക്ക് ചെയ്തെങ്കിൽ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതിലും പ്രധാനപ്പെട്ട ഒരു സൂചകം എന്ന് പറയുന്നത് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ഇന്ന് പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് എന്താണ്? കഴിഞ്ഞ 5 വർഷമായി രാഹുൽ ഗാന്ധി അംബാനിയെയും അദാനിയെയും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ഷൻ തുടങ്ങി, മിണ്ടാട്ടം മുട്ടി. എന്തുകൊണ്ടാണ് അംബാനിയെയും അദാനിയും രാഹുൽ ഗാന്ധി ഇപ്പോൾ ചീത്ത വിളിക്കാത്തത്? അവരെയൊന്നും വല്ല കള്ളപ്പണവും കിട്ടിയിട്ടുണ്ടോ, കാശ് വാങ്ങിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്താ തോന്നുന്നു? അതായത് അംബാനി അദാനിയെ വിളിക്കുന്നില്ല എന്ന് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുകയാണ്. രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കണമെന്ന് അദാനിയെയും അംബാനിയെയും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ഞാൻ പറയട്ടെ, കോൺഗ്രസ് ഭരിക്കുകയാണെന്നിരിക്കട്ടെ, കോൺഗ്രസ് ഭരിക്കുകയാണ്, ആരെങ്കിലും XOR ആരെങ്കിലും പ്രധാനമന്ത്രിയാണെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുവാണ്, കോൺഗ്രസ് അദാനിയും വിളിക്കുമോ? ചീത്ത വിളിക്കില്ല. കാരണം വെച്ചാൽ അവരൊരു മൾട്ടി ബില്യണേഴ്സാണ്, രാജ്യത്ത് ഒരുപാട് ഇൻഡസ്ട്രികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരാണ്. അവരെ ചീത്ത വിളിക്കണം എന്ന് ഒരു പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നെങ്കിൽ അതിനർത്ഥം എന്താണ്? കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.